ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ചാറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ എന്നുള്ള ഐറിസ് ഡീമൻറ്റിൻ്റെ ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടിട്ടില്ലാത്തവർ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഐറിസ് ഡീമൻറ്റ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ സിംഗറാണ്, ലിറിസിസ്റ്റാണ്, മ്യൂസീഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആൽബത്തിലത്തെ ഒരു സോങ്ങാണ് നമുക്ക് പഠിക്കാനുള്ള വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലെ സോഷ്യൽ ഇനീക്വാളിറ്റീനെ കുറിച്ചാണ് പറയുന്നത്. പല തരത്തിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, എക്കണോമിക്കൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ പല പല എന്താ പറയുക തലങ്ങളിൽ വരുന്ന ഇനീക്വാളിറ്റീനെ കുറിച്ചാണ് ഈ ഒരു സോങ്ങിനകത്ത് സംസാരിക്കുന്നത് മെയിനായിട്ടും. പിന്നെ അതിനകത്ത് റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ഹിപ്പോക്രസീനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് കപടത, റിലീജിയസ് ആയിട്ടുള്ള കപടതകൾ, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള തരത്തിലുള്ള സംഭവങ്ങൾ. പിന്നെ കോർപ്പറേറ്റ് ഗ്രീഡ്, കോർപ്പറേറ്റ് വേൾഡിൻ്റെ ഒരു ആർത്തി നിറഞ്ഞൊരു മനോഭാവം, എല്ലാം പൈസ കൊടുത്ത് വാങ്ങിക്കാം എന്നുള്ള ഒരു ഇതിൽ ആളുകളുടെ ഒരു മനോഭാവം തന്നെ ഈ പണത്തിന് പിന്നാലെ അല്ലെങ്കിൽ അതനുസരിച്ച് വളച്ചൊടിക്കപ്പെടുന്ന ഒരവസ്ഥയെക്കുറിച്ച്. ആൻഡ് ദ ഗ്രോയിങ് ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ, റിച്ച് ആയിട്ടുള്ള ആളുകളും പുവർ ആയിട്ടുള്ള ആളുകളും തമ്മിലുള്ള ഒരു അന്തരം വല്ലാതെ കൂടിയിട്ട് വരിക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ടും വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഫ്രീഡം ഇസ് ഓഫൻ ദ പ്രിവിലേജ് ഓഫ് ദി അഫ്ലുവൻറ്റ് പീപ്പിൾ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അതർ ഹ്യൂമൻ ബീങ്സ്. ഇപ്പോൾ ഫ്രീഡം, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താ പറയുക, റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ ആ ഒരു ഉന്നതമായിട്ടുള്ള സ്റ്റേജിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടുന്നുള്ളൂ. അത് തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ചിലവിൽ അല്ലെങ്കിൽ അവരെ തന്നെ കുത്തി നോയിച്ചുകൊണ്ടും അവരെ ചൂഷണം ചെയ്തുകൊണ്ടുമാണ് ഈ റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഫ്രീഡവും അവരുടെ എന്താ പറയുക സുഖ സൗകര്യങ്ങളും ഒക്കെ കിട്ടുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ നമുക്ക് ഈ ഒരു സോങ്ങിൽ കൂടെ നമുക്കിവിടെ ഒരു പഠിക്കാനുള്ളൊരു ഇതിനുള്ള പോം നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേസമയം ആക്ച്വലി ഇതൊരു സോങ് ആണ്. അപ്പോൾ സോങ് എന്നും പോം എന്നൊക്കെ ഞാൻ മാറ്റി പറയും. അപ്പോൾ അതിനകത്തൂടെ പറയണമെന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ അത് സെപ്പറേറ്റ് വേഴ്സുകളായിട്ട് നമ്മൾ സ്റ്റാൻസ എന്നൊക്കെ പറയില്ല. അപ്പോൾ ഇത് ആക്ച്വലി സോങ് ആയതുകൊണ്ട് തന്നെ വേഴ്സ്, കോറസ് അങ്ങനെയൊക്കെ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ടേംസ് നിങ്ങൾ എന്താ പറയുക, അതൊരു സോങ് ആയതുകൊണ്ടാണ് അങ്ങനെ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ സോങ്ങിൻ്റെ അല്ലെങ്കിൽ പോമിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലോട്ട് പോവാം. അപ്പോൾ ഇൻട്രോ ആയിട്ട് വരുന്നത് ലിവിങ് ഇൻ ദ വേസ്റ്റ്. ഇത് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുക്കൂട്ടോ, നമുക്ക് കേൾക്കാനൊക്കെ ആയിട്ട് പറ്റും, കാണാൻ പറ്റും, വീഡിയോസ് അവൈലബിൾ ആണോ നോക്കുക. ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നമുക്ക് ആ ടൈറ്റിൽ തന്നെ പറയുന്നത് വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ. വേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഭയങ്കര എന്താ പറയുക, വേസ്റ്റ് ആയിപ്പോയി അല്ലെങ്കിൽ തരിശായിപ്പോയി, യാതൊരു തരത്തിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ യൂസ്ലെസ് ആയി പോയിട്ടുള്ള ഭൂമിയിലെയാണ് നമ്മൾ വേസ്റ്റ് ലാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കണം. ഇവിടെ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്രത്തോളം ഫ്രീഡം കിട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ജീവിക്കുന്ന ഇത്തരത്തിൽ മോറലി കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിൽ, ഒരു വേസ്റ്റ് ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രത്യേകിച്ച് വാക്കുകളിൽ ഫ്രീഡം പറയാമെന്നല്ലാതെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കംപ്ലീറ്റ്ലി നമുക്ക് ഫ്രീഡം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് ആ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ലിവിങ് ഇൻ ദ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ എന്നുള്ള ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മോറലി ബാങ്ക്രപ്റ്റ് ആയിട്ടുള്ള, മോറലി നശിച്ചു പോയിട്ടുള്ള ഒരു സൊസൈറ്റീനെയാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റുന്നത്. വി ഹാവ് ഗോട്ട് പ്രീച്ചേഴ്സ് ഡീലിംഗ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് ഡയമണ്ട് മൈൻസ്. നമുക്ക് ഒരുപാട് പ്രീച്ചേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. പ്രീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഭാഷണം നടത്തുന്ന ആ ഒരു റിലീജിയസ് ഫീൽഡിലുള്ള പുരോഹിതന്മാർ പോലത്തെ ആളുകൾ, അങ്ങനത്തെ ആളുകൾ നമുക്ക് പ്രീച്ചേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിൽ പ്രഭാഷകരായിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോൾ എന്തിനെക്കുറിച്ച് അവർ പൊതുവെ സംസാരിക്കേണ്ടത് എന്താണ്, മോറൽ വാല്യൂസിനെ കുറിച്ച്, അവരുടെ റിലീജിയനെ കുറിച്ച്, അത്തരത്തിലുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആളുകളെ നല്ലൊരു പാതയിലേക്ക് നയിക്കുക എന്നുള്ളൊരു എയിമാണ് അവർക്ക് വേണ്ടത്. പക്ഷേ ഇപ്പോൾ അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതേ ഡീലിംഗ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് ഡയമണ്ട് മൈൻസ്. പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെയാണ് അവർ സംസാരിക്കുന്നത്, രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഡയമണ്ട് മൈൻസ് എന്നുള്ള ഈ കോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം എന്നുള്ള മീനിങ്ങിലാട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗ്രീഡ് വരുന്ന അല്ലെങ്കിൽ ഒരു ആർത്തി അല്ലെങ്കിൽ ഒരു എന്താ പറയുക അത്തരത്തിലുള്ള ആ ഒരു എന്താ പറയുക അതിമോഹം വരുന്ന ആളുകൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഈ പ്രീച്ചേഴ്സൊക്കെ മാറിയിട്ടുണ്ട് എന്നാണ് പറയണം. ആൻഡ് ദയർ സ്പീച്ച് ഇസ് ഗ്രോയിങ് ഇൻക്രീസിംഗ്ലി അൺകൈൻഡ്. മുന്നൊക്കെ വളരെ ദയ നിറഞ്ഞിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചിരുന്ന പ്രീച്ചേഴ്സിൻ്റെയൊക്കെ സ്പീച്ച് ഇപ്പോൾ വളരെ അൺകൈൻഡ് ആയിട്ടുണ്ട്, യാതൊരു ദയയില്ലാത്ത തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ആൻഡ് ദേ സേ ദേ ആർ ക്രൈസ്റ്റ് ഡിസിപ്പിൾസ്. അപ്പോൾ അവർ പറയുന്നത് എന്താണ്, ഞാൻ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഡിസിപ്പിൾസ് ആണ്, അവരുടെ അനുയായികളാണ് എന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് ദേ ഡോണ്ട് ലുക്ക് ലൈക്ക് ജീസസ്. പക്ഷെ അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം അവരും ഈ ഒരു എന്താ പറയുക കോർപ്പറേറ്റ് വേൾഡിൻ്റെ അല്ലെങ്കിൽ
പൈസയുടെ ആ ഒരു ഇതിൽ വെച്ചിട്ട് എന്താ പറയുക ബയസ്ഡായി പോയിട്ടുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് ഇവരും പെട്ടുപോയിട്ടുണ്ട്. ഇവരെ ദൈവത്തിൻ്റെ ദൂതന്മാരായിട്ടൊന്നും എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. അവരുടെ സ്വഭാവമൊക്കെ ഒരുപാട് മാറിപ്പോയി. ബട്ട് ദേ ഡോണ്ട് ലുക്ക് ലൈക്ക് ജീസസ് ടു മീ. ഇറ്റ് ഫീൽസ് ലൈക്ക് ഐ ആം ലിവിങ് ഇൻ ദ വേസ്റ്റ്ലാൻഡ് ഓഫ് ദ ഫ്രീ. അപ്പം എനിക്ക് തോന്നുകയാണ് ഞാൻ ഇത്തരത്തിലൊരു വേസ്റ്റ്ലാൻഡിലാണ് ജീവിക്കുന്നത് എന്നാണ് അവർ പറയണം. ഇനി സെക്കൻഡ് വേഴ്സാണ്, വി ഗോട്ട് പൊളിറ്റീഷ്യൻസ് റണ്ണിങ് റേസസ് ഓൺ കോർപ്പറേറ്റ് ക്യാഷ്. അപ്പോൾ അവർ പറയുകയാണ് നമുക്ക് പൊളിറ്റീഷ്യൻസിനെ കാണാം. പൊളിറ്റീഷ്യൻസ് പൊതുവെ എന്താ ചെയ്യേണ്ടത്, സാധാരണ അവരുടെ സൊസൈറ്റിയിലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് എല്ലാവർക്കും ഒരു ഇനീക്വാളിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ എന്താ പറയുക യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ലാതെ അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുക അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പൊളിറ്റീഷ്യൻസിൻ്റെ ആഗ്രഹം. ആഗ്രഹമല്ല അവരുടെ റോള്. പക്ഷേ ഇവിടെ അവരെന്താ ചെയ്യണേ, റണ്ണിങ് റേസസ് ഓൺ കോർപ്പറേറ്റ് ക്യാഷ്. കോർപ്പറേറ്റ് ലോകത്തിലെ പണത്തിന് പിന്നാലെ അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. പൈസ എന്നൊരു വിചാരം മാത്രമേയാണ് വരുന്നുള്ളൂ. Now don't tell me they don't turn around and kiss them people's ass. പറയാനടുത്ത് പറയരുത്. കാരണം ഇത്തരത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് വേൾഡിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ പുറകെ നടക്കുക അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് എന്താണ് വേണ്ടത് അത് മാത്രം ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിക്ക് അതപ്പതിച്ചു പോയിട്ടില്ല അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കില്ല. എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും പറയരുത്, അവരിപ്പോൾ ആ രീതിക്ക് ആയിട്ടുണ്ട് എന്നാണ് പറയണം. അപ്പോൾ ഈ ഒരു വേഴ്സിൽ പറയണത് തന്നെ ഇൻഫ്ലുവൻസ് ഓഫ് മണി ഇൻ പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സിൽ പൈസയുടെ ഇൻഫ്ലുവൻസ്. തൊട്ട് മുന്നത്തതിൽ പറഞ്ഞത് ഹിപ്പോക്രസി പ്രീച്ചേഴ്സ് ആണ്. റിലീജിയൻ്റെ മേഖലയിലെ പ്രീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ എത്രത്തോളം കപടത വന്നിട്ടുണ്ടെന്നാണ് തൊട്ട് മുന്നത്തെ വേഴ്സിൽ നമ്മൾ പറഞ്ഞു. ഇതിൽ പൊളിറ്റിക്സിൽ പൈസയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ചാണ് പറയുന്നത്. യു മേ കോൾ മീ ഓൾഡ് ഫാഷൻ. നിങ്ങൾ ചിലപ്പോൾ ഞാൻ ഭയങ്കര പഴഞ്ചനാണ്, നമ്മളിപ്പോഴത്തെ ഭാഷയിൽ പറയുന്നത് നമ്മൾ തന്തവൈബ് തള്ളവൈബ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത്തരത്തിൽ ഞാൻ ഭയങ്കര എന്താ പറയുക ഓൾഡ് ആണെന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരാം. ബട്ട് ദാറ്റ് ഡോണ്ട് ഫിറ്റ് മൈ പിക്ചർ ഓഫ് എ ട്രൂ ഡെമോക്രസി. പക്ഷേ അതൊരിക്കലും എന്നെ സംബന്ധിച്ചൊരു ട്രൂ ഡെമോക്രസി ഉണ്ട്, യഥാർത്ഥമായൊരു ജനാധിപത്യം എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളൊന്നും ഈ പറഞ്ഞ യാതൊരു തരത്തിൽ ബയാസുകളായിട്ട് അല്ലെങ്കിൽ ഹിപ്പോക്രസികളായിട്ട് ഫിറ്റായിട്ട് പോയില്ല. എൻ്റെ മനസ്സിലുള്ള ട്രൂ ഡെമോക്രസിക്ക് എതിരാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പം ഞാനത് ഓപ്പണായി പറയുമ്പോൾ ഞാൻ ഭയങ്കര ഓൾഡായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെനിക്കൊരു വിഷയമല്ല എന്നാണ് പറയണം. ആൻഡ് ഇറ്റ് ഫീൽസ് ലൈക്ക് ഐ ആം ലിവിങ് ഇൻ ദ വേസ്റ്റ്ലാൻഡ് ഓഫ് ദ ഫ്രീ. ഇൻ തേർഡ് വേഴ്സ് ആണ്, വി ഗോട്ട് CEOs മേക്കിംഗ് 200 times the workers' pay. CEO എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ കമ്പനിയുടെ ഹെഡിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഒരു കമ്പനി നോക്കുകയാണെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള എന്തോ ഫീൽഡ് നോക്കുകയാണെങ്കിലും അതിൻ്റെ ഹെഡായിട്ടിരിക്കുന്ന ആൾ, പ്രത്യേകിച്ച് ഇരുന്നിടത്തിരുന്നിട്ടുള്ള പണിയൊക്കെ ഉണ്ടാവുള്ളൂ, എന്നിരുന്നാലും അതിൻ്റെ CEO ആയിട്ടിരിക്കുന്ന ആൾ അവിടെ കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വർക്കേഴ്സിനേക്കാൾ സാധാരണക്കാരായ പണിക്കാരെക്കാട്ടിലും 200 ഇരട്ടി ശമ്പളമാണ് വെറുതെ ഇരുന്നോടത്തിരുന്ന് AC ക്യാബിനിൽ ഇരുന്നിട്ട് CEOമാർ വാങ്ങിക്കണേന്ന്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന സാധാരണക്കാരായ പണിക്കാരേക്കാൾ എത്രയോ മടങ്ങ് ശമ്പളമാണ് വെറുതെ അവിടെ ഓഫീസിലിരിക്കുന്ന ഹെഡായിട്ടിരിക്കുന്ന ആളുകൾ വാങ്ങിക്കുന്നത്. ബട്ട് ദേ വിൽ ഫൈറ്റ് ലൈക്ക് ഹെൽ അഗൈൻസ്റ്റ് റേസിംഗ് ദ മിനിമം വേജ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധാരണക്കാരായ ആളുകൾ ആ ഒരു മിനിമം വേജ് കൂട്ടണം, ആ ഒരു എന്താ പറയുക അത് കൂട്ടണം അല്ലെങ്കിൽ അവരുടെ ശമ്പളം കൂട്ടണം എന്ന് പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന CEOകൾ തന്നെ എന്ത് ചെയ്യും, അതിനെതിരെ അവർ ഫൈറ്റ് ചെയ്യും. അതായത് നിങ്ങളതിന് ഫൈറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ പറഞ്ഞ പൈസ നിങ്ങൾ വാങ്ങിച്ചാൽ മതി എന്നുള്ള രീതിക്ക് സാധാരണക്കാരുടെ പ്രൊട്ടസ്റ്റിന് എതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് CEO ആയിട്ടുള്ള അല്ലെങ്കിൽ CEO എന്നാണ് ഉദ്ദേശിക്കുന്നത് ഹെഡായിട്ടുള്ള ആളുകൾ എന്നാണ്. അപ്പോൾ അത്ര പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, ഈ സാധാരണക്കാരായ ആളുകൾക്ക് എതിരെ അപ്പോൾ എതിർപ്പ് കൊണ്ടുവരും. ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ് മിസ്റ്റർ ദേ വിൽ ഷിപ്പ് യുവർ ജോബ്. അപ്പോൾ നിങ്ങൾക്കതൊന്നും ഇഷ്ടപ്പെടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജോലി അവിടെ നിന്ന് സ്ഥലം മാറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ടു സം തേർഡ് വേൾഡ് കൺട്രി അക്രോസ് ദ സീ. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ എന്തെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി അവരെന്ത് ചെയ്യും, വേറെ എവിടേക്കെങ്കിലും മാറ്റി അല്ലെങ്കിൽ പണി കളയുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ആൻഡ് ഇറ്റ് ഫീൽസ് ലൈക്ക് ഐ ആം ലിവിങ് ഇൻ ദ വേസ്റ്റ്ലാൻഡ് ഓഫ് ദ ഫ്രീ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, ഇൻകം ഇനീക്വാളിറ്റീനെ കുറിച്ചാണ് പറഞ്ഞത്. വേതനത്തിലുള്ള ആ ഒരു അസന്തുലിതാവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. കഷ്ടപ്പെടുന്നവന് പണിയെടുക്കുന്നവന് പൈസ കുറവും വെറുതെ ഇരിക്കുന്നവർക്ക് പൈസ കൂടുതലും കിട്ടുന്ന ആ ഒരു അസ്ഥിരമായിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു അസന്തുലിതമായിട്ടുള്ള അവസ്ഥയെ കുറിച്ചാണ് ഈ ഒരു വേഴ്സിൽ പറയുന്നത്. ഇനി കോറസ് ആണ് വരുന്നത്. ലിവിങ് ഇൻ ദ വേസ്റ്റ്ലാൻഡ് ഓഫ് ദ ഫ്രീ വെർ ദ പുവർ ഹാവ് നൗ ബിക്കം ദ എനിമി. ഇപ്പോൾ എന്തായിട്ടുണ്ടെന്നാ പറയുന്നത്, പാവപ്പെട്ടവരാണ് എല്ലാവരുടെയും ശത്രുക്കൾ. എന്ത് കുറ്റം ആര് ചെയ്തിട്ടുണ്ടെങ്കിലും പാവപ്പെട്ടവരുടെ തലയ്ക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഏർപ്പാട്. ലെറ്റ് us blame our troubles on the weak ones. നമ്മൾ ചെയ്തിട്ടുള്ള എന്താ പറയുക കുറ്റങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആരുടെ തലയ്ക്ക് ബ്ലെയിം ചെയ്യാം, ആരെ കുറ്റപ്പെടുത്താം, വീക്ക് വൺസ്.
വീക്കായിട്ടുള്ള ആളുകൾ, ഇത്തരത്തിൽ നമ്മുടെ അടുത്ത് പ്രതികരിക്കാൻ പറ്റില്ല എന്നുള്ള നമുക്ക് അറിയാവുന്ന പാവപ്പെട്ട ആളുകളുടെ തലയ്ക്ക് നമുക്ക് സുഖമായിട്ട് ഇട്ട് കൊടുക്കാം. സൗണ്ട്സ് ലൈക്ക് സം കൈൻഡ് ഓഫ് ഹിറ്റ്ലർ റെമഡി. ഇതൊരു ഹിറ്റ്ലർ റെമഡി. നമുക്ക് ഹിറ്റ്ലറിനെ അറിയാലോ അല്ലേ? നമുക്ക് അദ്ദേഹത്തിനെതിരായിട്ട് ശബ്ദം പറ്റി ആരാണെങ്കിലും അവരെ ജസ്റ്റ് തുറച്ചു നീക്കുക അല്ലെങ്കിൽ അവരെ കൊന്നുകളയുക എന്നുള്ളൊരു ആശയം ഉണ്ടായിരുന്ന ഭരണാധികാരിയാണ്. അപ്പോൾ അത്തരത്തിലൊരു ഹിറ്റ്ലർ റെമഡി ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യാണ് ലിവിങ് ഇൻ ദ വേസ്റ്റ്ലാൻഡ് ഓഫ് ദ ഫ്രീ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞാൽ വൾണറബിൾ പീപ്പിൾ ബിക്കം സ്കേപ്പ് ഗോഡ്സ്. സ്കേപ്പ് ഗോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബലിമൃഗം, ബലിയാട് എന്നൊക്കെ പറയില്ല, അതായത് വേറെ ആരെങ്കിലും ഗുണം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്ത കുറ്റത്തിന് ഒരു ബന്ധമില്ലാത്ത ഒരാൾ ശിക്ഷിക്കപ്പെടുന്നതിനാണ് നമ്മൾ ഈ ബലിയാടാവുക അല്ലെങ്കിൽ ബലിമൃഗം ആവുക എന്ന് പറയുക. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വൾണറബിൾ പീപ്പിൾ ബിക്കം സ്കേപ്പ് ഗോഡ്സ്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ വീക്കായിട്ടുള്ള ആളുകൾ അവിടെ എന്തായി മാറുകയാണ്, ഇത്തരത്തിൽ ബലിയാടുകളായിട്ട് മാറുന്ന ആ ഒരു സെനേറിയോ ആണ് ഈ ഒരു കോറസിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാൻസയുടെ അകത്ത് പറയുന്നത്. നെക്സ്റ്റ് വേഴ്സ് എന്ന് പറഞ്ഞാൽ വേഴ്സ് 4 ആണ്. വി ഗോട്ട് ലിറ്റിൽ കിഡ്സ് വിത്ത് ഗൺസ് ഫൈറ്റിംഗ് ഇൻ എ സിറ്റി വാർസ്. ഇപ്പം എന്താ ചെറിയ കുട്ടികൾ, ശരിക്കും ഇത് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളൊരു സോങ് ആണ് കേട്ടോ. നമുക്ക് ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ ഈ സ്റ്റാൻസ്, ഏത് സ്റ്റാൻസ് നോക്കിക്കഴിഞ്ഞാലും നമുക്കത് വളരെ ഇതായിട്ട് നമുക്ക് നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള സ്റ്റാൻസ് തന്നെയാണിതും. വി ഗോട്ട് ലിറ്റിൽ കിഡ്സ് വിത്ത് ഗൺസ് ഫൈറ്റിംഗ് ഇൻ എ സിറ്റി വാർസ്. ഉള്ളിൽ കൂടെ നടക്കുന്ന, അതായത് സിറ്റിയുടെ അകത്തു കൂടെ നടക്കുന്ന വാറുകളിൽ പോലും തോക്കെടുത്തിട്ട് അല്ലെങ്കിൽ അവിടേക്കും ഈ വയലൻസിലേക്ക് ഇറങ്ങാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന ആരാണെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളാണ്. കാരണം ആരാ, കൂട്ടുകാരനെ കൊന്നിട്ടാണെന്നുണ്ടെങ്കിലും കൂട്ടുകാരനെ ഉപദ്രവിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അതൊക്കെയും എന്താ പറയുക, ഇത്തരത്തിൽ എങ്ങനെയൊക്കെ വയലൻസ് കാണിക്കാൻ പറ്റും അങ്ങനെയൊക്കെ കാണിക്കുന്നതിന് ഇപ്പോൾ ഒരു ഏജ് ഒരു മാനദണ്ഡം അല്ലാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന കുട്ടികൾ മാറിയിട്ടുണ്ട് എന്നാ പറയുന്നത് വയലൻസിൻ്റെ ഫീൽഡിലോട്ട്. സോ വാട്ട് വി ഡു, അപ്പം നമ്മൾ എന്ത് ചെയ്യും? വി പുട്ട് ദീസ് ലിറ്റിൽ കിഡ്സ് ബിഹൈൻഡ് പ്രിസൺ ഡോർസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അവിടെ നമ്മൾ എന്ത് സംഭവിക്കും? ഈ കുട്ടികളെ ആ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കംപ്ലീറ്റ്ലി പ്രശ്നം, അത് അവരുടെ തലയ്ക്ക് പ്രശ്നം ഇടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവരെ തന്നെ പ്രിസണിലാക്കുന്നു. ആൻഡ് വി കോൾ അവർ സെൽസ് ദ അഡ്വാൻസ് സിവിലൈസേഷൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ ആണെന്ന് സ്വയം അഹങ്കരിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ചിൽഡ്രൻ ആണ്. കുട്ടികളെ വെച്ചിട്ട് മുതിർന്നവർ കളിക്കുന്നതിന്, അതായത് കുട്ടികളെ ചൂഷണം ചെയ്തുകൊണ്ട് മുതിർന്നവർ അവരുടെ കാര്യസാധ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ കറക്റ്റായിട്ട് പറയുന്നത്. ദാറ്റ് സൗണ്ട്സ് ലൈക്ക് ക്രാഫ്റ്റ്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വേസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ യൂസ്ലെസ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയാണെന്നാണ് പറയണം. അതായത് കുട്ടികളെ ഉപയോഗിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തുന്നത്. ഫീൽസ് ലൈക്ക് ഐ ആം ലിവിങ് ഇൻ ദ വേസ്റ്റ്ലാൻഡ് ഓഫ് ദ ഫ്രീ. ഇനി വേഴ്സ് 5, വി ഗോട്ട് ഹൈസ്കൂൾ കിഡ്സ് റണ്ണിങ് അറൗണ്ട് ഇൻ കാൽവിൻ ക്ലെയിൻ ആൻഡ് ഗസ്. അപ്പോൾ ഇപ്പോൾ ഈ ഹൈസ്കൂൾ കിഡ്സ്, അതായത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇപ്പോൾ കാൽവിൻ ക്ലെയിൻ ആൻഡ് ഗസ് എന്നൊക്കെ പറഞ്ഞ് ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക ആളുകളാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ കാൽവിൻ ക്ലെയിൻ്റെയും അതേപോലെ തന്നെ ഗസ്സിൻ്റെ ഒക്കെ പുറകെ പോകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് കുട്ടികൾക്ക് ഇപ്പോൾ ഇത്തരത്തിൽ ഫാഷൻ അല്ലെങ്കിൽ എന്താ പറയുക സെലിബ്രിറ്റീസ്, അങ്ങനെ സ്റ്റാർഡം, അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെയാണ് കൂടുതലും കോൺസെൻട്രേഷൻ. അല്ലാതെ അവർക്ക് ബേസിക്കലി അറിയേണ്ടുന്ന, അവർക്ക് ചുറ്റുപാട് നടക്കേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലും കുട്ടികൾക്ക് എന്താ പറയുക കോൺസെൻട്രേഷൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. ഹു കനോട്ട് പാസ് എ 6th grade റീഡിംഗ് ടെസ്റ്റ്. ഈ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് നടത്തുന്ന റീഡിംഗ് ടെസ്റ്റ് പോലും പാസ്സാവാൻ സാധിച്ചോളണമെന്നില്ല. അപ്പം അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അവർ അത്രയും വീക്കാണ്, അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ, മോറൽ വാല്യൂസിൻ്റെ കാര്യത്തിൽ അവർക്ക് ആ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അവർക്ക് അത് വേണ്ട രീതിയിൽ അവർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ അവർക്ക് എന്തറിയാം, ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെലിബ്രിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് നല്ല ബോധമുണ്ട് എന്നാണ് പറയണം. ബട്ട് ഇഫ് യു ആസ്ക് ദം they can tell you the name of every crotch on MTV. അപ്പോൾ നിങ്ങൾ അവരുടെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഏതെങ്കിലും ചാനലിനെ കുറിച്ച് ചോദിച്ചാൽ അതിനെക്കുറിച്ചൊക്കെ അറിയായിരിക്കും, സെലിബ്രിറ്റീസിനെ കുറിച്ച് ചോദിച്ചാൽ എല്ലാം അറിയായിരിക്കും, പ്രോഗ്രാംസിനെ കുറിച്ച് ചോദിച്ചാൽ എല്ലാം അറിയായിരിക്കും, എല്ലാ സംഭവങ്ങളും അറിയാം. പക്ഷേ അവരുടെ പ്രായത്തിൽ അവർക്ക് എന്താണോ അറിയേണ്ടത് ആ കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയുന്നില്ല. അപ്പോൾ ഇവിടെ ചിൽഡ്രൻ ആർ ഡിസ്ട്രാക്ടിങ് ഫ്രം ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് എന്നുള്ളൊരു സംഭവമാണ് വരുന്നത്. പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്നും കുട്ടികൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരാശയമാണ് ഈ ഒരു സ്റ്റാൻസറിനകത്ത്, ഈ ഒരു വേഴ്സിനകത്ത് വരുന്നത്. ഇനി അടുത്ത സെക്ഷനിൽ വരുന്നത് വി കിൽ ഫോർ ഓയിൽ. നമ്മൾ എന്ത് ചെയ്യും, എണ്ണ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഓയിൽ പോലത്തെ സംഭവങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ പരസ്പരം യുദ്ധം ചെയ്യുന്നുണ്ട്, പരസ്പരം കൊല്ലുന്നുണ്ട്. ദെൻ വി ത്രോ എ പാർട്ടി വെൻ വി വിൻ. നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ പാർട്ടി നടത്തും. അത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു വയലൻസ് ആണ് കേട്ടോ. നമുക്കൊരു ഇൻഹ്യൂമൺ ആയിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള ആ ഒരു സ്വഭാവം, നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ആരെ വേണമെങ്കിലും കൊല്ലാനും തിന്നാനും ഒക്കെ അല്ലെങ്കിൽ ആരെ വേണമെങ്കിലും ഉപദ്രവിക്കാനും ഒക്കെ സാധിക്കുന്ന മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ. എന്നാൽ അതിൽ യാതൊരു കുറ്റബോധവും ഇല്ലാതെ പിന്നീട് അത് സെലിബ്രേറ്റ് ചെയ്യാനും അതിൽ സ്വയം അഹങ്കരിക്കാനൊക്കെ പറ്റുന്ന ഒരു അവസ്ഥയാണ് പറയണം. സം ഗൈ റെഫ്യൂസസ് ടു ഫൈറ്റ് ആൻഡ് വി കോൾ ദാറ്റ് ദ സിൻ. അപ്പോൾ അതേസമയം ഒരാൾ കുറേ പേരിങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു, വാർ ചെയ്യുന്നു, തെറ്റുകൾ ചെയ്യുന്നു, അതിലിപ്പോൾ ഒരാൾ അതിനെ എതിർക്കുകയാണ്.
അല്ലെങ്കിൽ താല്പര്യം കാണിക്കുന്നില്ല, എനിക്ക് ആരെയും ഉപദ്രവിക്കാൻ പറ്റില്ല, എനിക്ക് ആരെയും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ നമ്മളെന്ത് പറയും, അയാളെ നമ്മൾ കുറ്റക്കാരനാക്കും. അയാൾ സിൻ ചെയ്തു, അയാൾ പാപം ചെയ്തു എന്നുള്ള രീതിക്ക് ആ ഒരു തെറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യും, കുറ്റക്കാരനാക്കും. ബട്ട് സ്റ്റാൻഡിങ് അപ്പ് ഫോർ വാട്ട് ഹി ബിലീവ്സ്. പക്ഷെ നമ്മളോട് മനസ്സിലാക്കേണ്ടത് അവൻ നിലകൊള്ളുന്നത് അവൻ വിശ്വസിക്കുന്ന കാര്യത്തിലാണ്. മറ്റൊരുത്തിനെ വേദനിപ്പിച്ചുകൊണ്ട്, മുറിവേൽപ്പിച്ചുകൊണ്ട്, ഫൈറ്റ് ചെയ്തുകൊണ്ട് അല്ല നമ്മൾ നമ്മുടെ കാര്യസാധ്യം നടത്തേണ്ടത് എന്നുള്ള അവൻ്റെ വിശ്വാസത്തിൽ നിലയുറച്ചുകൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, അവൻ്റെ തീരുമാനം പറയണം, ഞാൻ ഫൈറ്റ് ചെയ്യില്ല, ഞാൻ ആരും ഉപദ്രവിക്കില്ല. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവനെ കുറ്റക്കാരനാക്കും. ആൻഡ് ദാറ്റ് സീംസ് പ്രിറ്റി ഡാംഡ് അമേരിക്കൻ ടു മീ. അപ്പോൾ ഇതൊരിക്കലും ഒരു നല്ലൊരു അമേരിക്കൻ ചേരുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ഇറ്റ് ഫീൽസ് ലൈക്ക് ഐ ആം ലിവിങ് ഇൻ ദ വേസ്റ്റ്ലാൻഡ് ഓഫ് ദ ഫ്രീ. ഇനി വീണ്ടും കോറസ് ആണ് വരുന്നത്. ലിവിങ് ഇൻ ദ വേസ്റ്റ്ലാൻഡ് ഓഫ് ദ ഫ്രീ ബട്ട് ദ പുവർ ഹാവ് നൗ ബിക്കം ദ എനിമി. അത് സെയിം സാധനം, മുന്നത്തെ അതേ സ്റ്റാൻസ് തന്നെയാണ്. ലെറ്റ് us blame our troubles in the weak ones sounds like some kind of ഹിറ്റ്ലർ റെമഡി. ഇപ്പോൾ ഹിറ്റ്ലർ റെമഡി പോലെ ആയിട്ടുണ്ട്. പാവപ്പെട്ട നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിന് സ്കേപ്പ് ഗോട്ട് ആവേണ്ടി വരുന്നത് സാധാരണക്കാരായ ആളുകളാണ്. പിന്നെ ഔട്ട്റോ ആണ്. വൈ വി സിറ്റ് ഗ്ലോട്ടിങ് ഇൻ അവർ ഗ്രേറ്റ്നെസ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഒരു നമ്മൾ സ്വയം വിചാരിക്കാം, ഞാനൊരു സംഭവം തന്നെ എന്ന് വിചാരിച്ചിട്ട് അതിലിങ്ങനെ അഹങ്കരിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ജസ്റ്റിസ് ഇസ് സിങ്കിങ് ടു ദ ബോട്ടം ഓഫ് ദ സീ. അതേസമയം അവിടെ നീതി, ന്യായം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്താണ്, ആ ഒരു സമുദ്രത്തിൻ്റെ അടിയിലേക്ക് മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. അതിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ ഭയങ്കര സംഭവമായി, നമ്മൾ റിച്ചായി, നമ്മുടെ കുട്ടികൾ സേഫാണ്, നമ്മൾ ഇരിക്കുന്ന നല്ല ഷെൽട്ടർ ഉണ്ട്, നല്ല ഫുഡ് കിട്ടുന്നുണ്ട്, ഇതൊക്കെ വിചാരിച്ച് നമുക്ക് അഹങ്കരിക്കാം. പക്ഷെ അതേസമയം നമ്മുടെ മുന്നിൽ കൂടെ ആ നമ്മൾ സമൂഹത്തിൽ നടപ്പിലാക്കാൻ ഭാഗമാവേണ്ടിയിരുന്ന നീതി, ന്യായം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയണം. പിന്നെ വീണ്ടും ലിവിങ് ഇൻ ദ വേസ്റ്റ്ലാൻഡ് ഓഫ് ദ ഫ്രീ എന്നുള്ള ലൈൻസ് റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്താ പറയുക, നമുക്ക് വളരെ റെലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓരോ സ്റ്റാൻസിലും ഡിസ്കസ് ചെയ്യുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ആ ഒരു എന്താണ് അതിൻ്റെ ഓവറോൾ സംഭവം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഞാൻ ജസ്റ്റ് ആ ലൈൻസ് ഞാൻ വളരെ ഷോർട്ടാക്കിയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ പഠിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ പഠിക്കുക. അതിന് എക്സ്പാൻഡ് ചെയ്ത് പഠിക്കണോ എക്സ്പാൻഡ് ചെയ്ത് പഠിക്കുക. താങ്ക് യു.